ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ മിക്ക ആൾക്കാരും നമ്മുടെ ഈ ട്രാൻസ്ഫോമറിനൊക്കെ അടുത്തായിട്ട് ഇതേപോലെ വെള്ള ബോക്സ് കണ്ടിട്ടുണ്ട്. ഇതിനകത്തൊരു മീറ്ററും കാണാം. ഇതെന്താ സംഗതി എന്നറിയാമോ? ഇതാണ് DT മീറ്റർ എന്നറിയപ്പെടുന്നത്, അഥവാ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഇലക്ട്രിസിറ്റി മോണിറ്ററിംഗ് മീറ്റർ. ഈ ഒരു സംവിധാനം വഴി ട്രാൻസ്ഫോമർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ എനർജിയും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അതിനെ ഓഡിറ്റ് ചെയ്യാനും സാധിക്കുന്നു. അതായത് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് ഇതിലൂടെ കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് എത്ര യൂണിറ്റ് കറണ്ടാണ് എടുത്തിട്ടുള്ളതെന്നും എത്ര ലോഡ് ഉണ്ടെന്നും വോൾട്ടേജ് ലെവൽ ഇതെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീടുകളിലൊക്കെ മാസാവസാനം നമ്മൾ എത്ര യൂണിറ്റ് ചിലവായെന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ലൊക്കാലിറ്റിയിൽ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വീടുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലോഡ് നമ്മൾ കൃത്യമായിട്ട് കയറി ഇറങ്ങി പോകുന്നത് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ ഇൻഡിവിജ്വൽ ബില്ലുമായിട്ട് ഒത്തു നോക്കുവാണെങ്കിൽ എവിടെയെങ്കിലും വൈദ്യുത മോഷണം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ലീക്കേജ് വന്നിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് KSEBിക്ക് ഓഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ കൂടുതൽ ലോഡ് എടുക്കുന്ന സമയമൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ലോഡ് ഷെഡ്യൂളിങ്ങിനൊക്കെ അത് ഉപകരിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും ലൈനിൽ ടച്ചിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടാവുകയാണെങ്കിൽ ഏത് ലൊക്കേഷനാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ആ മീറ്ററിൽ കൂടുതൽ കറണ്ട് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഒരു പ്രവർത്തനത്തിന് സഹായിക്കുന്നത് പ്രധാനമായിട്ട് കറണ്ട് ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 മൊഡ്യൂൾ കാണാം, 3 ഫേസും ഒരു ന്യൂട്രലും. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടിന് തുല്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് യൂണിറ്റ് ആക്കി മാറ്റുന്നു. അതിനുശേഷം ഇതിന് GSM മൊഡ്യൂളോ അല്ലെങ്കിൽ IoT ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റം വഴി കണക്ട് ചെയ്തിട്ട് സെർവറിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് നമുക്ക് ഡാഷ്ബോർഡ് വഴി കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം വഴി എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അവിടെ കിട്ടുകയായി. അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രിക്കൽ അറിവുകൾ, പ്രത്യേകിച്ച് പ്രായോഗിക മേഖലയുള്ള അറിവുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.